അപ്പോൾ ഗൈസ്, ഈ കാണുന്ന എഫക്റ്റ് എങ്ങനെ ചെയ്തെടുക്കാന്നുള്ള അന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണാറുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഫുള്ള് കാണാം, എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നോർമൽ വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ കാണാം. പിന്നെ ഒരു ഫ്ലാഷ് പോലെ വന്നിട്ട് നമുക്ക് ആനിമേഷനിൽ പോയാൽ എടുക്കാവുന്നതാണ്. ഫ്ലാഷ് ഇൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ ഫ്ലാഷിൽ വന്നിട്ട് അങ്ങനെയാണ് സംഭവം തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ടു കളർ എന്നുള്ള. ഇത് എല്ലാ വീഡിയോയിലും മാക്സിമം ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊരു സിനിമാറ്റിക് ലുക്ക് തന്നെ ഇത് തരുന്നതാണ് എല്ലാ എഡിറ്റിംഗ് വീഡിയോക്കും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേരെ കളറിലോട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ എഫക്റ്റും ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലായി ചെയ്യാവുന്നതാണ്. കീ ഫ്രെയിം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് ടു കളർ കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വീഡിയോ ആണ്. അപ്പം തിരിഞ്ഞ സമയം തന്നെ നമ്മൾ സ്ലോ മോഡ് ആക്കിയിട്ടുണ്ട്. 1x ഇട്ടത്, കാരണം ഇത് 3 സെക്കൻഡ് ഉള്ളൂ ഈ വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മൾ 1x ഇട്ടതുകൊണ്ടാണ് 24 സെക്കൻഡ് കിട്ടിയത്. ഈ ഫ്ലാഷിൽ കഴിഞ്ഞ് നേരെ നമ്മൾ കളർ ഫ്ലാഷ് പറഞ്ഞൊരു മോഡുണ്ട്, അതിൽ എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് പറഞ്ഞാൽ ഇത് ഗ്ലോ ആക്കാനുള്ളതാണ്. എഫക്റ്റ് ഗ്ലോ നിങ്ങൾക്ക് ക്യാപ്കട്ട് യൂസ് ചെയ്യുന്ന ഒരു അത്യാവശ്യം ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കളർ ഫ്ലാഷ് ഏതാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ബേജാറാവേണ്ട കാര്യമില്ല, കാരണം ടെക്സ്റ്റ് കുറേ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ പാട്ടിന് ഡയലോഗ് കൊടുക്കണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ നോർമലായിട്ട് വീഡിയോ ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഇത് ഈ പാട്ടിൽ എന്താണ് പറഞ്ഞത് ആ വരികളാണ് ഇത് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റിൽ എഫക്റ്റും ചേർത്തിട്ടുണ്ട്. സ്റ്റാർലൈറ്റ് എന്നാണ് എഫക്റ്റ്, സ്റ്റാർലൈറ്റ്. പിന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ ബ്ലർ ടു ദ ലെഫ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലട്ടേർഡും കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലർ ടു ദ ലെഫ്റ്റും കൊടുക്കാം. അതേ എഫക്റ്റാണ് എല്ലാ ടെക്സ്റ്റിലും ചേർത്തത്. പിന്നെ മലയാളം ഫോണ്ട് വേണമെങ്കിൽ എനിക്ക് ടെലഗ്രാം ചാനലിൽ പോയാൽ, ഞാൻ ടെലഗ്രാം ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയാൽ കാണാൻ കഴിയും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പിന്നെ ചേർത്തിട്ടുള്ളത് കളറാണ്. കളർ ഇവിടെ ആംബർ എന്ന് പറഞ്ഞൊരു കളറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത്, പിന്നെ ഞാൻ വിഗ്നെറ്റ് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും, അതായത് ഈ വീഡിയോൻ്റെ ചുറ്റിനും മാത്രം ബ്ലാക്ക് കളർ അത് വരുന്നത് ചേർത്തിട്ടുള്ളത്. ആംബർ മാത്രം ചേർക്കണം എന്നെല്ലാം പറയണത്. നിങ്ങൾക്ക് വീഡിയോക്ക് സൂട്ടാവുന്ന കളർ ചേർക്കുക. ആംബർ എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ഫേമസ് ആയ ഒരു ഫിൽറ്ററാണ്, അതുകൊണ്ടാണ്. ക്യാപ്കട്ട് പ്രോയിലാണ് ഈ ആംബറൊക്കെ ലഭിക്കുക. ഇപ്പോൾ ക്യാപ്കട്ട് പ്രോ ആണെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിങ്കിൻ്റെ പ്രോയും ചേർത്തിട്ടുണ്ട്. വിങ്ക് പറഞ്ഞാൽ ഒരു HD അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന, ഇൻസ്റ്റാഗ്രാമിൽ HD അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എഡിറ്റ്സൊക്കെ. നിങ്ങൾ കാണുന്ന പോലെ അത്ര ഹാർഡ് എഡിറ്റിംഗ് ഒന്നുമല്ല. ഞാൻ ചെയ്യുന്ന എല്ലാ എഡിറ്റിങ്ങും സിമ്പിളാണ്, പക്ഷെ ലുക്കിൽ ഹാർഡാണെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല, കാരണം നമ്മളെ പേഴ്സണായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ലുക്കും കിട്ടും, നമുക്ക് അധികം പാടാവില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓഫറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയി നോക്കിയാൽ മതി. ടെലഗ്രാം ചാനലൊക്കെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആയിട്ടുള്ള NSP എന്ന അക്കൗണ്ടും അതിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലും ചെക്കൗട്ട് ചെയ്യാം റിസൾട്ട്സൊക്കെ. See you soon, the next video.